ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ബി സ്ക്വയർ. ഈ ചാപ്റ്ററിലെ ആദ്യത്തെ 4 പാർട്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം നമ്മളിപ്പോൾ ഒരു സോളിഡ് പാർട്ട് 5 കടക്കുകയാണ്. ഈ പാർട്ടിൽ ടെക്സ്റ്റ് ബുക്കിലെ 18ാമത്തെ പേജിൽ കൊടുത്തിട്ടുള്ള ആദ്യത്തെ 3 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വൺസ് അഗൈൻ വെൽക്കം ടു ബി സ്ക്വയർ. ടെക്സ്റ്റ് ബുക്കിലെ 15ാമത്തെ പേജിൽ കൊടുത്തിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ചെക്ക് വെദർ ഈച്ച് ഓഫ് ദ സീക്വൻസസ് given below is an arithmetic sequence. Give reasons. For the arithmetic sequence, write the common difference also. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ കുറച്ച് സീക്വൻസുകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആദ്യം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതൊക്കെ സീക്വൻസ് ആണോ അല്ലയോ എന്ന് ഉറപ്പുവരുത്താനാണ്. രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് അതിന് കാരണം പറയുക എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം, ഒരു സീക്വൻസ് ആവണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അതിനൊരു ഫസ്റ്റ് ടേം വേണം, രണ്ടാമതായിട്ട് അതിനൊരു കോമൺ ഡിഫറൻസും വേണം. പിന്നീട് ചോദിച്ചിരിക്കുന്നത് ആ കോമൺ ഡിഫറൻസ് ഏതാണോ അത് എഴുതുക എന്നുള്ളതാണ്. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഈ സീക്വൻസ് എഴുതണം, അതിന്റെ കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും കണ്ടുപിടിക്കണം. ഇത്രയേ ചെയ്യാനുള്ളൂ. ഓക്കെ, സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അല്ലെ? ഓഡ് നമ്പേഴ്സ് എഴുതി ചെയ്തിട്ടുള്ളതാണ്. എന്താണ് ഓഡ് നമ്പേഴ്സ്? 1, 3, 5, 7. ഇതിന് കോമൺ ഡിഫറൻസ്. ഇത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് അറിയണമെങ്കിൽ എന്ത് വേണം? ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. ഫസ്റ്റ് ടേം ഉണ്ട്, എന്തായാലും ഉണ്ട്, ഫസ്റ്റ് ടേം ഉണ്ട്. ഇതിന് കോമൺ ഡിഫറൻസ് ഉണ്ടോ? ഉണ്ടാകണം. ഡിഫറൻസ് ഉണ്ട്, അത് കോമൺ ആയിരിക്കണം. അതായത് ഇവിടെ എനിക്ക് കോമൺ ഡിഫറൻസ് എത്രയാണ്? 3 - 1 2 ആണ്. ഇവിടെയോ 5 - 3 2 ആണ്. 7 - 5 2 ആണ്. ഈ രണ്ട് തന്നെ എപ്പോഴും വരണം. അല്ലാതെ എങ്ങനെ 2 3 4 അതുപോലെ അങ്ങ് പോകരുത്. ഇവിടെ ഡിഫറൻസ് എന്തായിരിക്കണം? കോമൺ ആയിരിക്കണം. അത്ര മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഇത് നമുക്ക് എഴുതാം. +2 ഓക്കെ, ഇങ്ങനെ രണ്ട് ആഡ് ചെയ്ത് പോവാണ്. ഓക്കെ, അപ്പൊ എന്താണ്? ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? കോമൺ ഡിഫറൻസ് 2 ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ്. അതെ, സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ് എന്താണ്? 0, 2, 4, 6. എന്താണ്? അതൊരു സീക്വൻസ് ആണ്. കാരണം എന്താണ്? അതിന്റെ കോമൺ ഡിഫറൻസ് 2 ആണ്. അത് കോൺസ്റ്റന്റ് ആണ്, അതിന് മാറ്റമില്ല. അപ്പൊ എന്താണ്? ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 2 ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ അല്പം കുഴപ്പിക്കുന്നതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വായിച്ചിട്ട് മനസ്സിലാവില്ല എന്നുള്ളതാണ്. സീക്വൻസ് ഓഫ് ഫ്രാക്ഷൻസ് ഗോട്ട് ആസ് ഹാഫ് ദ ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സ് എന്താണ്? അത് നമുക്ക് ഓരോരോ പാർട്ടായിട്ട് നോക്കാം. ഓഡ് നമ്പേഴ്സ് എന്താണ്? 1, 3, 5, 7. ഓക്കെ, ഹാഫ് ദ ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ നമ്പേഴ്സിന്റെ ഒക്കെ പകുതി. ഓക്കെ, 1/2, 3/2, 5/2 and 7/2. ഓക്കെ, ഇതെന്താണ്? ഒരു സീക്വൻസ് ആണ് അല്ലേ? നോക്കാം. 1/2, ഓക്കെ, 3/2, 5/2, 7/2. Sequence of fractions got as half the odd numbers. ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന സീക്വൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, നമുക്കിതിന്റെ കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് നോക്കാം. ഓക്കെ, കോമൺ ഡിഫറൻസ് അതെത്രയാണ്? ടേം സെലക്ട് ചെയ്തു, 3/2 സെലക്ട് ചെയ്തു, -1/2, ദാറ്റ് ഈസ് 2/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് എത്രയാന്ന് കിട്ടി?
ഒന്നാണ് എന്ന് കിട്ടി. കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 1. ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. എന്തുകൊണ്ട്? ഇതിനൊരു കോമൺ ഡിഫറൻസ് ഉണ്ട്, ഇതിനൊരു ഫസ്റ്റ് ടേം ഉണ്ട്. ഓക്കെ, ഇതൊരു സീക്വൻസ് ആണ്, അതുകൊണ്ടാണ് ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. കാരണം ഇതിന് കോമൺ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ദ സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2. എന്താണ് പവർ? Powerful people comes from powerful places. അല്ല, ആ പവർ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്താണ് പവർ മാത്സിൽ? ഫോർ എക്സാമ്പിൾ 2⁴ എന്ന് ഞാൻ എഴുതി. ഇവിടെ പവർ എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് പവർ. ഈ നമ്പർ റേസ് ടു എന്താണ് എഴുതുന്നത്, അതാണ് ഇതിന്റെ പവർ. ഇതിന്റെ അർത്ഥം എന്താണ്? 2 ഇതുപോലെ എഴുതുന്നതാണ്, ഇവിടെ ചുരുക്കി എഴുതിയിരിക്കുന്നതാണ്. 2 × 2 × 2. ഇത് 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ഉണ്ട് അല്ലെ? 2 × 2, 2 × 2, 2 × 2. ഓക്കെ, ഇങ്ങനെ എഴുതുന്നതിനെ ചുരുക്കി എഴുതുന്നതാണ് 2⁴. ഏത് നമ്പർ ആണ് അത് എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അതാണ് 4. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് പവർ. ഓക്കെ, അപ്പോ ക്വസ്റ്റ്യൻ 3⁵3 ഇതിന്റെ പവർ എന്താണ്? 3 ആണ്. 4⁴1 ഇതിന്റെ പവർ എന്താണ്? 1. ഓക്കെ, 4⁴1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 4 തന്നെയാണ്, വേറെ ഒന്നുമില്ല, അതുകൊണ്ടാണ് 4⁴1ന്റെ പവർ 1 ആണ്. ഓക്കെ, അപ്പൊ പവർ എന്തായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പവേഴ്സ് ഓഫ് 2, സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2. സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2, ആ സീക്വൻസ് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. 2⁵1, 2⁵2, 2⁵3, 2⁴. ഓക്കെ, 2⁵1 എത്രയായിരിക്കും? 2. 2⁵2 അതായത് 2 × 2, 2 × 2 4. ഇവിടെ 2⁵3 that is 2 × 2 × 2. അതായത് ഇവിടെ കിട്ടിയിരിക്കുന്ന ആൻസറിന്റെ കൂടെ വീണ്ടും 2 മൾട്ടിപ്ലൈ ചെയ്യണമെന്ന്. അപ്പൊ എന്തായിരിക്കും വരാ? 4 × 2 എന്ന് വരും അല്ലെ? അപ്പോ 4 × 2 എത്രയാണ്? 8 ആണ്. 2⁵4 എന്ന് വരുമ്പോഴോ, അതായത് 2⁵3 × 2 അർത്ഥം. അതായത് ഈ ആൻസറിന്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യുക എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, 8 × 2 16. ഓക്കെ, സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2. ഓക്കെ, നമ്മൾ അങ്ങനെ ഒരു സീക്വൻസ് ഉണ്ടാക്കി. ഇനി ഇതിനൊരു കോമൺ ഡിഫറൻസ് ഉണ്ടോ? നമുക്ക് നോക്കാം. 4 - 2 + 2. 8 - 4 4. 16 - 8 8. ഇതിന് ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടോ? ഇല്ല അല്ലേ? കോമൺ ഡിഫറൻസ് മാറിക്കൊണ്ടിരിക്കുകയല്ലേ? അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഇത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ഇറ്റ് ഈസ് നോട്ട് എ arithmetic sequence. Okay, അപ്പോൾ ഇത് എന്താണ്? It has no common difference. Okay, നമുക്ക് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, സീക്വൻസ് ഓഫ് റെസിപ്രോക്കൽ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഈ ക്വസ്റ്റ്യൻസിലൊക്കെ തന്നെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ബുദ്ധിമുട്ടുള്ളൂ, വേറെ ഒരു ബുദ്ധിമുട്ടുമില്ല, നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? സീക്വൻസ് തന്നെയാണ്. സീക്വൻസ് ഓഫ് റെസിപ്രോക്കൽ. ഈ റെസിപ്രോക്കൽ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ഒരു നമ്പർ ഞാൻ എടുത്തു 2 3 4.
ഈ നമ്പേഴ്സിന്റെ ഒക്കെ റെസിപ്രോക്കൽ എന്താണ്? 2ന്റെ റെസിപ്രോക്കൽ എന്താണ്? 1/2. 3യുടെ റെസിപ്രോക്കൽ 1/3. 4ന്റെ റെസിപ്രോക്കൽ 1/4. ഏതെങ്കിലും നമ്പർ എടുത്തിട്ട് അതിനെ 1 ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞ് എഴുതുന്നതാണ് അതിന്റെ റെസിപ്രോക്കൽ. ഓക്കെ, ഇവിടെ സീക്വൻസ് ഓഫ് റെസിപ്രോക്കൽ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. എന്താണ് നാച്ചുറൽ നമ്പേഴ്സ്? 1, 2, 3, 4, 5. ഇതാണ് നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ 1 ഡിവൈഡഡ് ബൈ 1 എത്രയാ? 1. 2ന്റെ എങ്ങനെ എഴുതാ? 1 ഡിവൈഡഡ് ബൈ 2, 1 ഡിവൈഡഡ് ബൈ 3, 1 ഡിവൈഡഡ് ബൈ 4, 1 ഡിവൈഡഡ് ബൈ 5. ഓക്കെ, ഇനി ഇത് ഒരു സീക്വൻസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സീക്വൻസ് ആണെങ്കിൽ എന്താവും? ഇതിനൊരു കോമൺ ഡിഫറൻസ് ഉണ്ടാവും. നമുക്ക് നോക്കാം. 1/2 - 1. ഇവിടെ നമുക്ക് വേണമെങ്കിൽ നേരിട്ട് ആൻസറിലേക്ക് എഴുതാൻ ഒരു വഴിയുണ്ട്. നമുക്ക് നോക്കാം. ഇതെന്താണ്? പകുതി. 1ന്റെ പകുതി അല്ലേ അര. അപ്പോ അരയിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യാണ് അല്ലെ. അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം. 1 - 1/2. 1ൽ നിന്ന് അര എടുത്താൽ എത്രയായിരിക്കും കിട്ടാ? 1ൽ നിന്ന് അര എടുത്താൽ അര കിട്ടും അല്ലെ. പക്ഷെ ഇവിടെ എന്താണ്? അരയിൽ നിന്നാണ് 1 എടുത്തിരിക്കുന്നത്. ഹാഫിൽ നിന്നാണ് 1 സബ്ട്രാക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും? ഒന്നുമില്ല, ഈ ആൻസർ തന്നെ കിട്ടും. പക്ഷെ എന്തായിരിക്കും? സൈൻ നെഗറ്റീവ് ആയിരിക്കും. -1/2 ആയിരിക്കും കിട്ടുക. ഓക്കെ, നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യണമെങ്കിൽ ചെയ്യാം, കുഴപ്പമില്ല. നിങ്ങൾ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, 1/2 - 1 എത്രയാണ്? -1/2. കുഴപ്പമില്ല, ഇത് എന്താണ്? ഒരു കോമൺ ഡിഫറൻസ് തന്നെയാണ് അല്ലേ. ഈ -1/2 ആഡ് ചെയ്യുന്നത് തന്നെയല്ലേ ഇത്. അതായത് 1 + -1/2. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 1 - 1/2, ദാറ്റ് ഈസ് 1/2. ഇത് തന്നെയല്ലേ ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതെ, അപ്പൊ എന്താണ്? ഡിഫറൻസ് ഉണ്ട്, പക്ഷെ എന്താണ്? കോമൺ ഡിഫറൻസ് ആയിരിക്കണം അല്ലെ. ഇവിടെ നമുക്ക് നോക്കുമ്പോ തന്നെ ഇത് സീക്വൻസ് അല്ല എന്ന് മനസ്സിലാവും. കാരണം എന്താണ്? ഇതൊരു കോമൺ ഡിഫറൻസ് അല്ല കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് തോന്നും. നമുക്ക് നോക്കാം. 1/3 - 1/2. ഇവിടെ നമുക്ക് 1/2 കിട്ടുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല, ഇതൊരു സീക്വൻസ് ആണ്. ഓക്കെ, 2 - 3/3 × 2 6. ഇവിടെ ആൻസർ കിട്ടിയിരിക്കുന്നത് -1/6. ഇതൊരു സീക്വൻസ് ആണോ? അല്ല, കാരണം ഇതിനൊരു കോമൺ ഡിഫറൻസ് ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം. ഈ സീക്വൻസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതിയതാണ്. ഇത് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക്, സ്മോൾ ലെറ്ററിൽ എഴുതാം, അരിത്തമെറ്റിക് സീക്വൻസ്. നിങ്ങൾ വലുതാക്കി എഴുതുക. അരിത്തമെറ്റിക് സീക്വൻസ് എഴുതിക്കോ. അരിത്തമെറ്റിക് സീക്വൻസ് കാരണം ഇറ്റ് ഹാസ് നോ കോമൺ ഡിഫറൻസ്. അതാണ് അതിന്റെ റീസൺ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. Question number 2. Look at the pictures. Okay. If the pattern is continued, do the numbers of colored squares form an arithmetic sequence? Give reasons. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ തന്നിരിക്കുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള സ്ക്വയർ ആണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, ഇവിടെ ഈ സ്ക്വയർസ് ഇങ്ങനെ പോവാണ്. അപ്പൊ അവർ പറഞ്ഞിരിക്കുന്നത് the pattern is continued, do the number of colored squares, okay, form an arithmetic sequence. ഓക്കെ, ഇവർ പറഞ്ഞിരിക്കുന്നത് ഈ കളേർഡ് സ്ക്വയേഴ്സ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ടാക്കുന്നു എന്നാണ്. അങ്ങനെ ഉണ്ടാക്കുന്നുണ്ടോ? അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. കാരണം പറഞ്ഞിട്ടുണ്ട്. ഇത് സിമ്പിൾ ആണ്. കാരണം ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇത്രേ ഉള്ളൂ, കളേർഡ് സ്ക്വയേഴ്സ്. ഓരോന്നിനെയും കളേർഡ് സ്ക്വയേഴ്സ് അപ്പൊ എത്രയാണ്? നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായത് പച്ച കളറാണ്. ഇവിടെയും ഇവിടെയൊക്കെ. ഓക്കെ, അപ്പൊ മൊത്തം കളേർഡ് സ്ക്വയേഴ്സ് എത്രയാണ്? ഇവിടെ 1 2 3 4 5 6 7 8.
8 കളേർഡ് സ്ക്വയർസ് ഉണ്ട്. ഓക്കെ, സെക്കൻഡ് പിക്ചറിൽ 1 2 3 4 5 6 7 8 9 10 11 12 12 കളേർഡ് സ്ക്വയർസ് ഉണ്ട്. ഇനി അടുത്ത പിക്ചർ വളരെ വലുതാണ്. അതും 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 കളേർഡ് സ്ക്വയർസ് ഉണ്ട്. ഇവിടെ എന്ന് പറയുന്നത്, ഇവിടെ സൈഡ് എന്ന് പറയുന്നത് 1 ആയിരുന്നു. ഐ മീൻ 3 സൈഡായിരുന്നു ഇവിടെ ഉള്ളത്. ഇവിടെ അത് 4 ആയി, ഇവിടെ അത് 5 ആയി. ഓക്കെ, അപ്പോ നമുക്ക് ആകെ നോക്കേണ്ടത് ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ഫോം ചെയ്യുന്നുണ്ടോ? Does it form an arithmetic sequence? അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് ഫോം ചെയ്യേണ്ടതെന്ന് എങ്ങനെയാ നോക്കാം? സിമ്പിൾ. അതിനൊരു ഫസ്റ്റ് ടേം ഉണ്ടാവും, അതിനൊരു കോമൺ ഡിഫറൻസ് ഉണ്ടാവും. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഏത് സീക്വൻസും അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഓക്കെ, കോമൺ ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കാം. CD that is equal to 12 minus 8 എത്രയാണ്? 12 minus 8 that is equal to 4. Again 16 minus 12 that is 4. ഓക്കെ, ഇവിടെയുള്ള ഡിഫറൻസും ഇവിടെയുള്ള ഡിഫറൻസും സെയിം ആണ്. അതിന്റെ അർത്ഥം ഈ പിക്ചേഴ്സിലുള്ള ഈ പാറ്റേൺ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. See the pictures below. First sub question: how many small squares are there in each rectangle? Sub question 2: how many large squares? Sub question 3: how many squares in all? ഇതിനോടൊപ്പം തന്നെ താഴെ ഒരു ക്വസ്റ്റ്യനും കൂടി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ അറിയാം. Continuing this pattern, is each such sequences of numbers an arithmetic sequence? Okay, അവര് ഏറ്റവും അവസാനം ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ, അതായത് ഫോർ എക്സാമ്പിൾ ഹൗ മെനി സ്മോൾ സ്ക്വയർസ് ആർ ദെയർ ഇൻ ഈച്ച് റെക്ടാംഗിൾ. അപ്പൊ ഓരോ റെക്ടാംഗിളിലും നമുക്കൊരു ആൻസർ കിട്ടും. ഈ ആൻസർ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണോ എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഹൗ മെനി സ്മോൾ സ്ക്വയർസ് ആർ ദെയർ ഇൻ ഈച്ച് റെക്ടാംഗിൾ. ഓരോ റെക്ടാംഗിളിലും എത്ര ചെറിയ സ്ക്വയേഴ്സ്, ചതുരം ഉണ്ടെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഇത് ജസ്റ്റ് നമുക്ക് എണ്ണയാൽ കിട്ടും. ഓക്കെ, ഈ റെക്ടാംഗിളില്, ഈ ഫിഗറിൽ എത്ര സ്ക്വയർ ഉണ്ട്? 2 സ്ക്വയർ ഉണ്ട്. 1 2, ഇതൊരെണ്ണം, ഇത് വേറൊരെണ്ണം. ഓക്കെ, 2 സ്ക്വയർ. ഇവിടെയോ 4 സ്ക്വയർ. 1 2 3 4. ഇവിടെയോ ഇവിടെ 3, ഇവിടെ 3, മൊത്തം 6 സ്ക്വയേഴ്സ്. ഇവിടെയോ ഇവിടെ 4 സ്ക്വയർ, ഇവിടെ 4 സ്ക്വയർ, മൊത്തം 8 സ്ക്വയർ. ഓക്കെ, അപ്പോ ഈ 2 4 6 8 എന്ന് പറയുന്ന സീക്വൻസ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അതെ, കാരണം എന്താണ്? ഇവിടെ കോമൺ ഡിഫറൻസ് ഉണ്ട്. കോമൺ ഡിഫറൻസ് എന്താണ്? 2. ഈ 2 കൂട്ടി കൂട്ടി പോകുമ്പോഴാണ് നമുക്ക് അടുത്ത ടേം കിട്ടുന്നത്. 2 + 2 4, 4 + 2 6, 6 + 2 8. ഓക്കെ, അപ്പോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടി. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന്റെയും താഴെ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന്റെയും ആൻസർ നമുക്ക് കിട്ടി. ഇനി രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ: ഹൗ മെനി ലാർജ് സ്ക്വയർസ്. എത്ര ലാർജ് സ്ക്വയർ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ എന്താണ്? റെക്ടാംഗിൾ ആണ് അല്ലേ? നമ്മൾ മുമ്പ് നോക്കിയത് ചെറിയ സ്ക്വയറിന്റെ ആയിരുന്നു. ഇവിടെ നമ്മൾ നോക്കുന്നത് വലിയ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോ ഇവിടെ നോക്കുമ്പോ ഇതൊരു റെക്ടാംഗിൾ ആണ് അല്ലെ? വലിയ സ്ക്വയർ ഉണ്ടോ അവിടെ? ഇല്ല. 2 ചെറിയ സ്ക്വയർ ആണ് ഉള്ളത്. പക്ഷെ അതുകൊണ്ട് വലിയ സ്ക്വയർ ആവുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഇവിടെ എന്ത് കൊടുക്കാം? 0 എന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഈ സ്ക്വയറിന്റെ കാര്യത്തിലാണെങ്കിലോ ഇവിടെ 4 ചെറിയ സ്ക്വയർ ഉണ്ട് അല്ലെ? പക്ഷെ ഏറ്റവും ഔട്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ഒരു വലിയ സ്ക്വയർ ഉണ്ട് അല്ലെ?
ഈ ഔട്ടർ ബോർഡർ അതാണ് എന്ത് ഒരു വലിയ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു ലാർജ് സ്ക്വയർ, വൺ ലാർജ് സ്ക്വയർ കിട്ടി. മൂന്നാമത്തെ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ ഒരു സ്ക്വയർ കിട്ടും അല്ലെ? പിന്നെയോ ഇതുപോലെ ഒരു സ്ക്വയറും കിട്ടും. അപ്പൊ മൊത്തം എത്ര? രണ്ട് ലാർജ് സ്ക്വയർസ് ആയി, ടു ലാർജ് സ്ക്വയർസ്. ഓക്കെ, ഇനി ഈ നാലാമത്തെ ഫിഗർ അതിൽ എത്ര എണ്ണം ഉണ്ടാവും? വീഡിയോ പോസ് ചെയ്ത് സ്വയം ചെയ്ത് നോക്കൂ, കിട്ടുന്നുണ്ടോ എന്ന് നോക്കൂ. ഓക്കെ, അപ്പോ ഇവിടെ ഇതുപോലെ ഒരു സ്ക്വയർ ഉണ്ട്, ഒരു സ്ക്വയർ ആയി. ഇതുപോലെ ഒരു സ്ക്വയർ ഉണ്ട്, ഇങ്ങനെ രണ്ട് ലാർജ് സ്ക്വയർസ് ആയി. ഇനിയോ ഇനി ഒരു സ്ക്വയർ കൂടി ഉണ്ട്. അതെങ്ങനെയാണ്? ഇവിടെ കൃത്യം നടുക്കി കൂടെ പോകുന്നു. അപ്പൊ മൊത്തം എത്ര സ്ക്വയർ ആയി? 1 2 3 മൂന്ന് സ്ക്വയർസ് ആയി. ഓക്കെ, ഈ സീക്വൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ എന്താണ് കോമൺ ഡിഫറൻസ് 1 ആണ്. ഒന്ന് കൂട്ടി കൂട്ടിയാണ് പോകുന്നത്. അപ്പൊ എന്താണ് കോമൺ ഡിഫറൻസ്? CD എത്രയാണ്? 1 ആണ്. അപ്പൊ എന്താണ്? ഇതും ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഓക്കെ, ഈ സീക്വൻസ് ഞാൻ താഴെ ഇറക്കി എഴുതാം. 0 1 2 3. മുകളിലത്തെ ഏതായിരുന്നു? സ്മോൾ സ്ക്വയർസ് ആയിരുന്നു. അപ്പൊ എത്രയാണ്? 2 4 6 8. ഇതിന്റെ കോമൺ ഡിഫറൻസ് 2 ആയിരുന്നു. ഇതിന്റെ കോമൺ ഡിഫറൻസ് 1 ആണ്. ഓക്കെ, ഇനി ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ? മൊത്തം എത്ര സ്ക്വയർ ഉണ്ട് എന്നുള്ളതാണ്. ആ സീക്വൻസ് നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും? ഇവിടെ മൊത്തം എത്ര സ്ക്വയർ എന്ന് ചോദിക്കുമ്പോ ഈ ചെറിയ സ്ക്വയർ മാത്രമല്ല, വലിയ സ്ക്വയറും ഉണ്ടാവില്ലേ? അതെ, ചെറിയ സ്ക്വയറും വലിയ സ്ക്വയറും കൂട്ടിയിട്ടുള്ളതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആ സീക്വൻസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ടേം വരാം? ഫോർ എക്സാമ്പിൾ അതിനകത്തുള്ള ഫസ്റ്റ് ടേം. ഓക്കെ, ഫസ്റ്റ് ടേം എങ്ങനെയായിരിക്കും? വലിയ സ്ക്വയർ. ഫോർ എക്സാമ്പിൾ ഇതിനകത്തെ ഇതാണ് ഏറ്റവും ആദ്യം വരിക. ഇതിനകത്തെ നമ്പർ ഓഫ് സ്മോൾ സ്ക്വയർസ് അത് എത്രയാണ്? 2 ആണ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് ലാർജ് സ്ക്വയർസ് അത് എത്രയാണ്? 0 ആണ്. അപ്പൊ എന്താണ്? ഈ ടേം കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ടേം വരില്ലേ? ദാറ്റ് ഈസ് 0 + 2 എത്രയാണ്? 2. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിത്തെ ടേംസ് കണ്ടുപിടിക്കാൻ പാടില്ലേ? ഇങ്ങനെ എണ്ണി നോക്കേണ്ട ആവശ്യമുണ്ടോ വീണ്ടും? ഇല്ല. ഈ സീക്വൻസിലെ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേംസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേംസ് കിട്ടും. ഓക്കെ, അപ്പൊ 2 കിട്ടി ഫസ്റ്റ് ഫിഗറിന്. സെക്കൻഡ് ഫിഗർ എത്രയാണ്? നമ്പർ ഓഫ് സ്മോൾ സ്ക്വയേഴ്സ് 4, നമ്പർ ഓഫ് ബിഗ് സ്ക്വയേഴ്സ് 1. ദാറ്റ് ഈസ് 5 + 1, that is 4 + 1, that is 5. അടുത്ത ടേം എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് സ്മോൾ സ്ക്വയേഴ്സ് പ്ലസ് നമ്പർ ഓഫ് ലാർജ് സ്ക്വയർ, that is 6 + 2, that is 8. ഇനി അടുത്തത് എന്താണ്? നമ്പർ ഓഫ് സ്മോൾ സ്ക്വയേഴ്സ് 8, നമ്പർ ഓഫ് ലാർജ് സ്ക്വയേഴ്സ് 3, that is 8 + 3. അത് എത്രയാണ്? 11. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടി? ഇതുപോലെ ഒരു സീക്വൻസ് കിട്ടി. ഇത് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണോ? നോക്കാം. ഇവിടെ 2 ഫസ്റ്റ് ടേം ആണ്. ഫസ്റ്റ് ടേം ഉണ്ട്. കോമൺ ഡിഫറൻസ് ഉണ്ടോ? ഇവിടെ 2ന്റെ കൂടെ എന്ത് ആഡ് ചെയ്താലാണ് 5 കിട്ടുക? 3 ആഡ് ചെയ്താൽ 5 കിട്ടും. അല്ലെങ്കിൽ 5ൽ നിന്ന് 2 കുറയ്ക്കാം. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചു. ഇനി ഇവിടെ അതുപോലെ തന്നെയാണോ? യെസ്, 3 ആഡ് ചെയ്തപ്പോഴാണ് 8 കിട്ടിയത്. 8ന്റെ കൂടെ വീണ്ടും 3 ആഡ് ചെയ്തപ്പോഴാണ് 11 കിട്ടിയത്. അപ്പൊ എന്താണ്? ഇതിനൊരു കോമൺ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ ഡി എത്രയാണ്? 3 ആണ്. അപ്പൊ ഇതെന്താണ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അതിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യും.